വിശദമായ വാർത്തകളിലേക്ക്. രാജാക്കാട് മേഖലകളിൽ കിണറുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോറുകൾ മോഷണം പോകുന്നത് പതിവാകുന്നു. സംഭവത്തിൽ പോലീസ് അടിയന്തര ഇടപെടൽ നടത്തി മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാജാക്കാട് മേഖലയിൽ കിണറുകളിലെ മോഷണം പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം രാജാക്കാട് ഈഴക്കുന്നൽ ഡിൽജോയുടെ കുടിവെള്ളമെടുക്കുന്ന മോട്ടോറാണ് മോഷണം പോയത്. ഞായറാഴ്ച മോട്ടോർ ഓൺ ചെയ്തപ്പോൾ വെള്ളം വരാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോട്ടോർ മോഷ്ടിക്കപ്പെട്ടതായി മനസ്സിലായത്. കിണറ്റിലെ വെള്ളത്തിലിട്ടിരിക്കുന്ന മോട്ടോറിന്റെ വൈദ്യുതി വരുന്ന കേബിളും മോട്ടോർ കെട്ടിയിടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കയറും ഹോസും മുറിച്ചാണ് മോഷ്ടാക്കൾ മോട്ടോർ അപഹരിച്ചത്. 1.5 ആഴ്ച മുമ്പ് ഇതേ കിണറ്റിൽ സ്ഥാപിച്ചിരുന്ന ബാങ്ക് ജീവനക്കാരനായ സന്തോഷിന്റെ മോട്ടോർ മോഷ്ടിക്കുവാനുള്ള ശ്രമം നടന്നിരുന്നു. വീട്ടിൽ വെച്ച് മോട്ടോർ അടിച്ചു നോക്കി, അപ്പം വെള്ളം വന്നില്ല. അതിനുശേഷം ഞാൻ എൻ്റെ കുളമിരിക്കുന്ന ഭാഗത്ത് വന്ന് കിണർ പരിശോധിച്ചപ്പോൾ മോട്ടർ കാണാനില്ല. ഓസ് ചെത്തി എടുത്തിട്ടുണ്ട്, സർവീസ് വയറും ചെത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോട്ടോർ തലേദിവസം രാത്രിയിൽ കള്ളം കൊണ്ടുപോയതായിട്ട്. കുടിവെള്ളം കയറാതെ വന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഹോസ് മുറിച്ചതായി കണ്ടെത്തിയത്. മുൻപ് കല്ലുവെട്ടത്ത് വിജയൻ, ഒറ്റപ്ലായ്ക്കൽ നോബി എന്നിവരുടെ മോട്ടോറും ഇതേ കിണറിൽ നിന്നും മോഷണ സംഘം അപഹരിച്ചിട്ടുണ്ട്. ബൈപ്പാസ് റോഡിന് സമീപത്തുള്ള ഈ കിണറ്റിൽ നിന്നും 6ഓളം വീട്ടുകാരാണ് മോട്ടോർ വെച്ച കുടിവെള്ളം കൊണ്ടുപോകുന്നത്. മോഷണം സംബന്ധിച്ച് രാജാക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.